അപൂർവം ചില വ്യക്തികൾ ചില കാര്യങ്ങൾ കൺസൾട്ട് ചെയ്യാനായിട്ട് വരാറുണ്ട്. കുറെ പേർക്ക് ഗുണപ്പെടും, ഗുണപ്പെടാത്തവരും ഉണ്ട്. വിശേഷിച്ച് പൈസയ്ക്ക് ചെലവൊന്നുമില്ല എന്ന് പറയുമ്പോൾ, സൗജന്യമാകുമ്പോൾ ആ പറയണ കാര്യങ്ങളോട് ഒരു താല്പര്യവും തോന്നാത്തവരും ഉണ്ട്. ചെറുപ്പക്കാരൊക്കെ സൗജന്യ ഉപദേശങ്ങൾ ഇഷ്ടമല്ല. ശരിക്കും നല്ല ജ്ഞാനികളായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ വീട്ടിലുണ്ട്. അച്ഛനാവും, അമ്മാവനാവും, കാരണവരാവും. അവര് പറഞ്ഞു നമ്മൾ കേൾക്കാറ് ഇല്ല. കാശിറിവില്ല, സൗജന്യമായിട്ടുള്ള ഉപദേശം. ഉപദേശമൊന്നും വേണ്ട എന്ന് ധിക്കാരത്തോടുകൂടി പറയുന്നവരും ഉണ്ട്. ഒരു കാര്യം, ഉപദേശമൊന്നും വേണ്ട, അത് വേണമെങ്കിൽ ഞാൻ കുറച്ച് അങ്ങോട്ട് തരാം. എന്നാൽ ചില കാര്യങ്ങളിൽ ഗുരുപദേശം വേണ്ടി വരും. ഏറ്റവും മാരകമായിട്ടുള്ള അസുഖങ്ങള് ക്യാൻസറും മൂത്രാശയത്തിൽ കല്ലുമൊന്നുമല്ല, മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ആണ്. ആ മാനസിക പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സംശയരോഗം. അത് വലിയൊരു പ്രശ്നം. ഒരു സംശയം അങ്ങോട്ട് വന്നാൽ ആ സംശയം അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യും. അവിടെ ഇരുന്നിട്ട് അത് ഡെവലപ്പ് ചെയ്യും. ഈ സംശയത്തെ താലോലിച്ച് നടക്കുന്നവർ ഉണ്ട്. അവരുടെ ഫാമിലി ലൈഫ്, കുടുംബജീവിതം ആകെ അവതാളാവുന്നതിൽ യാതൊരു സംശയവും ഇല്ല. സംശയരോഗിയെ വർത്താനം കേൾക്കുമ്പോഴേ അറിയാം. സംശയരോഗികളുടെ നേത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാം. ആ കണ്ണുകൾ കാണുമ്പോൾ അറിയാം സംശയമുണ്ട്. ആ കൃഷ്ണമണിയുടെ ചലനങ്ങൾ കാണുമ്പോൾ ശരിയാവും. വിജിയുടെ കല്യാണം ഉറപ്പിച്ച പുരുഷൻ പറഞ്ഞു, നിലനിൽക്കുമെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ പലരും ഡൈവേഴ്സ് ആണല്ലോ അവസാനിക്കുന്നത്. അപ്പൊ കേമായിട്ട് ഇങ്ങനെ രണ്ടാമത്തെ ഡൈവേഴ്സും കഴിഞ്ഞു എന്നൊക്കെ പണ്ട് ചിലവരിങ്ങനെ വീഡിയോ ഇട്ട് കാണാറുണ്ട്. ഈ പറയണവർക്ക് സംശയം ഉണ്ടെങ്കിലോ? സംശയം ഒരു രോഗമായി വന്നാൽ എങ്ങനെയാണ് ഈ സംശയം വരുന്നത്? അശരീരി എന്ന് പറഞ്ഞാൽ ശരീരമില്ല. ശരീരമില്ല. കാതില് പറയുന്നു. കർണദൃഷ്ടി സേവ എന്നൊരു വിഷയമുണ്ട്. ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ സൗണ്ടാണ് ഗന്ധർവൻ. അതിന്റെ ഫീമെയിലാണ് യക്ഷി. ആ കർണദൃഷ്ടി സേവ ഉള്ളവരുടെ കാതില് യക്ഷി പറയുമെന്നാണ് പറയുന്നത്. അതിന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. ഏതിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. നമ്മുടെ ഉപാസനാമൂർത്തി നമ്മുടെ കാതിൽ പറയും. അത് സംശയം ഉണ്ടാക്കാനല്ല. ആ ഉപാസനാമൂർത്തിയുടെ നാമം ജപിച്ച് നടക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ആളവിടെ കണ്ട് എളുപ്പവഴിയാണ്. ഞാൻ നാമം ജപിച്ചു വരികയാണ്. അപ്പൊ ആളവിടെ നിൽക്കുന്നുണ്ട്, വേണമെങ്കിൽ പെട്ടെന്നാണ് പോവാം. ഈ ഉപാസനാമൂർത്തി പറഞ്ഞു പുറത്തുകൂടെ പോയിക്കോന്നു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 10 കിലോമീറ്റർ വളയൊന്നും വേണ്ട. ആ ഉപാസനാമൂർത്തിയുടെ വാക്ക് കേൾക്കുന്നത് നല്ലതിനായിരിക്കും അത്.
എന്താ നോക്കണ്ട, കൃത്യമായിട്ട് ഉപാസനാമൂർത്തിയുള്ളവർക്ക് അവരുടെ ഉപാസനാമൂർത്തി നല്ലതായിരിക്കും പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. മടിയോണ്ടല്ല കേട്ടോ, അങ്ങോട്ട് പോകണ്ട. അത് ഗുണത്തിനായിരിക്കും വരും. പിന്നീട് ഇത് നാമജപവും ഉപാസന ഉള്ളവരുടെയും കാര്യമാണ്. അല്ലാതെ സംശയ രോഗികൾക്ക് ഇത് ബാധകല്ല. ഒക്കെ സംശയം, ഭാര്യയെ സംശയം, ഭാര്യയുടെ അപ്പനെ സംശയം, നാട്ടുകാരെ മുഴുവൻ സംശയം, എല്ലാവരും കള്ളന്മാരാന്ന് പറയും. അവരുടെ കാതില് നെഗറ്റീവാണ് കിട്ടുക. പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണല്ലോ കംസൻ. ആ കംസനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിയുടെ വിവാഹത്തിന് എല്ലാം മുൻകൈയിട്ടെടുത്ത് ആ ഘോഷയാത്ര പോകുമ്പോൾ ഏത് ശക്തിയാണ് ഇങ്ങനെ ഒരു സംശയം കൊടുത്തത്? കഥ പറയുമ്പോൾ നമ്മൾ പറയും അശരീരി, അത് അങ്ങോട്ട് തോന്നി. കഥ പറയുമ്പോ ഇവൾക്കുണ്ടാകുന്ന 8ാമത്തെ പുത്രൻ എന്നെ വധിക്കും, ഒക്കെ കഥ. ഈ സംശയം അങ്ങോട്ട് കുടുങ്ങി. അതോടുകൂടി എന്തായി? അപ്പൊ തന്നെ പെങ്ങളെ കൊല്ലാൻ ശ്രമം നടത്തി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരും ശ്രമം നടത്തുന്നവരും ഉണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട്. ആ മയക്കുമരുന്ന് കഴിച്ചാൽ എന്തൊക്കെയാ തോന്നുക എന്ന് പറയാൻ കഴിയും. ഇപ്പൊ കാണുന്നുണ്ട്. കനത്ത ശിക്ഷ കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെ ഗുണം വെച്ച് നീട്ടലില്ല. ഇപ്പൊ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം എന്താണെന്ന് നമ്മളൊന്നും അറിയുന്നില്ല. അനവധി കോടതിയും കേസും കഴിഞ്ഞിട്ട് 30 കൊല്ലം കഴിഞ്ഞിട്ട് അത് വാലും മൂടില്ലാതെ പോകും. കംസന് എത്ര ബുദ്ധിമുട്ടും ത്യാഗങ്ങളും വന്നു ഈ ഒറ്റ സംശയം കൊണ്ട്. അതും കഴിഞ്ഞ് കൊന്നില്ല പെങ്ങളെ. പിന്നീട് ആദ്യത്തെ കുട്ടിയൊക്കെ കൊല്ലേണ്ട കാര്യമില്ലല്ലോ, 8ാമത്തേനെ മാത്രം നോക്കിയാൽ മതിയല്ലോ എന്ന് വിളിക്കുമ്പോ രണ്ടാമതൊരു ഉപദേശം, ആദ്യത്തെ കുട്ടിയെ മുതൽക്ക് കൊല്ലുന്നതാണ് റിസ്ക് കവർ ചെയ്യാൻ നല്ലത്. ഇതാരാ പറഞ്ഞു കൊടുത്തത്? നാരദന്മാർ. നാരദന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. ഗുണത്തിനാണ് എന്തും പറയും. ആ ഗുണത്തിന് ആ കംസൻ കൊന്ന ഓരോ കുട്ടിയും പ്രസവിച്ച ഉടനെ കൊന്നില്ലെങ്കിൽ ശരിയാവില്ല. അവരുടെ കഥ ധാരാളമുണ്ട്. അവര് കാത്തിരിക്കുകയാണ് ഭൂമിയിൽ ജന്മം കിട്ടാൻ. ഈ ലോകത്തെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി വന്നവരുണ്ട്. അവിടെയാണ് ദൈവത്തിന്റെ കളി. അവര് അപ്പൊ തന്നെ തീർത്തു. ഇതറിയാവുന്നതുകൊണ്ടാണ് നാരദ മഹർഷി പറഞ്ഞത് എങ്ങനെ എണ്ണുക, 8ാമത്തെ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഏതാ 8ാമത്തെ? എവിടുന്ന് എണ്ണി തുടങ്ങണത് എന്ന് നാരദ മഹർഷി ചോദിച്ചു. ആ കാരണം കൊണ്ട് ബാക്കി കുട്ടികളെ കൊന്ന പോലെ സംശയ രോഗികൾ സമൂഹത്തിലുണ്ട്. അത് വർദ്ധിച്ചു വരും. അവര് യുവാജീവിതത്തിലേക്ക് കിടക്കും. ആ ജീവിതം അബദ്ധമാണ്. സംശയരോഗിയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ
ആ ബന്ധത്തിൽ നിന്ന് ഒഴിയുന്നതാണ് നല്ലത് എന്ന് വരെ ഞാൻ പറയാറുണ്ട്. ആ ബന്ധം പിന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല. എന്ന് വെച്ചിട്ട് എല്ലാവരും സംശയരോഗി എന്നുകൊണ്ട് മുദ്ര കുത്തണം എന്നുള്ള അർത്ഥത്തിലല്ല സംശയരോഗം എന്നുള്ളത് ഉണ്ട്. ഇക്വിലിബ്രിയം തെറ്റുമ്പോ അനവധി കാരണവന്മാരുണ്ട്. ആഹാരം കൊണ്ടേ കൊടുക്കാൻ എന്നെ കൊല്ലാനാ പരിപാടിയല്ലേ എന്ന് ചോദിക്കുന്നവർ എന്റെ അറിവിലുണ്ട്. ആഹാരം കൊടുത്തു കഴിഞ്ഞാല് വിഷം വെച്ചിട്ട് എന്നെ കൊല്ലാനുള്ള പരിപാടിയാണല്ലേ. ഒരു പ്രത്യേക പ്രായത്തില് പോകുന്നതാണ്. പൊതുവെ സംശയരോഗികൾ ആലോചിക്കണം, ഈ സംശയം ന്യായമാണോ. അവരായിട്ട് പെരുമാറുമ്പോൾ അവരുടെ സംശയത്തിന് മുഴുവൻ അനുകൂലമായിട്ട് നിന്നാൽ പറ്റുക. ഭാര്യ ഒരാളായിട്ട് ഫോണിൽ സംസാരിക്കുമ്പോഴേക്കും സംശയം, അനങ്ങിയാ സംശയം, ഇരിക്കപ്പെട്ടില്ല, നല്ല ഡ്രസ്സ് ധരിച്ചാൽ സംശയം. ഇത് മാനസിക രോഗങ്ങളിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട രോഗമാണ്. കംസൻ നമുക്ക് മാതൃക കാണിച്ചു. കംസൻ അവസാന കാലത്ത് കൃഷ്ണനെ വധിക്കാൻ ഇതൊക്കെ ചെയ്തിട്ട് കൃഷ്ണനെ കൊല്ലേണ്ടി വന്നില്ലേ. വന്നു ആ കയ്യിൽ കയറി പിടിച്ചിട്ട് എല്ലാവരും പറഞ്ഞ പോലെ വരും, എന്താ അമ്മാമ ഇത്? ഇത്ര ചോദിച്ചുള്ളൂ, എന്താ അമ്മാമ? ഭയം കൊണ്ട് ഇഞ്ചിഞ്ചായിട്ട് മരിച്ചു. കംസനെ കൊല്ലാൻ കൃഷ്ണൻ ചെയ്ത ടെക്നിക്ക് തന്നെ. സംശയരോഗികൾ സ്വയം ഇഞ്ചിഞ്ചായിട്ട് മരിക്കില്ലേ ചിന്തിച്ചു വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.